കടവത്തൂര് വന്നിട്ട് ശശികല ടീച്ചറുടെ ആങ്ങള KM ഷാജിയേട്ടൻ പറഞ്ഞല്ലോ, നരേന്ദ്രമോദിയുടെ പൊട്ടിനപ്പുറത്തേക്ക് യാതൊരു തരത്തിലുള്ള വർഗീയതയും നരേന്ദ്രമോദിക്കില്ല. എന്താണ് യൂത്ത് ലീഗുകാര? കടവത്തൂര് വന്നിട്ട് ശശികല ടീച്ചറുടെ ആങ്ങള KM ഷാജിയേട്ടൻ പറഞ്ഞല്ലോ, നരേന്ദ്രമോദിയുടെ പൊട്ടിനപ്പുറത്തേക്ക് യാതൊരു തരത്തിലുള്ള വർഗീയതയും നരേന്ദ്രമോദിക്കില്ല. എന്താണ് യൂത്ത് ലീഗുകാര? നാണുണ്ടോ കേട്ടു നിൽക്കാൻ? അപ്പ കേറി 2 കൊടുക്കണ്ട ചങ്ങായിന്റെ പട്ടക്ക് എന്തു കേട്ടായി നിൽക്കുന്നത്? എന്ത് കാളമൂത്രം വിസർജിച്ചാലും കേട്ടു നിൽക്കുക. എവിടെ പോയി നിന്റെയൊക്കെ നട്ടല് ആർജവം ചെവി കേൾക്കുന്നില്ലേ? നേതാക്കന്മാരെ ആരാധിക്കുക, നേതാക്കന്മാരെ മുമ്പിൽ ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുക. എന്തിനാടോ? എന്തിനു വേണ്ടിയാ നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്? ആർക്ക് വേണ്ടിയാ പറ നിങ്ങൾ? എന്നിട്ട് SDPIയുടെ പൊതുയോഗം മുടക്കും. SDPI പ്രവർത്തകര് എവിടെങ്ങ് പോയാൽ അവരെ സംഘം ചേർന്ന് തല്ലും. ഒരു കാര്യം യൂത്ത് ലീഗുകാരോട് ഞങ്ങൾ ഓർമ്മിപ്പിക്കാം. നിങ്ങൾ അറിയുമോ, കർണാടകയിൽ സുള്യ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. രാജ്യത്ത് RSSന് ഏറ്റവും ശക്തിയുള്ള പ്രദേശം. അവിടെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് വാർഡ് മെമ്പർ ഉണ്ട് എന്ന് പറഞ്ഞാൽ RSSന് ഏറ്റവും ശക്തിയുള്ള പ്രദേശങ്ങളിൽ ഗൗസിയാബാദിലും ഉത്തർപ്രദേശിലും അങ്ങ് ആസാമിലുമൊക്കെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പ്രവർത്തിക്കുന്നുണ്ട്. എങ്കിൽ ഞങ്ങളെ സംഘം ചേർന്ന് ആക്രമിക്കുമ്പോ നിങ്ങളുടെ മിടുക്ക് കൊണ്ടാണ് എന്നൊന്നും വിചാരിക്കണ്ട. ഞങ്ങൾ ഒരു ദിവസം രാവിലെ ഇറങ്ങിയാൽ വൈകുന്നേരത്ത് തീർക്കാനുള്ളത് മാത്രമേ കേരളത്തിലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ചെറുപ്പക്കാരെന്ന് ഞങ്ങൾക്കറിയാം. ഒറ്റ ഒന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങൂല, ഞങ്ങൾക്കറിയാം. ചെയ്യാത്തെന്തുണ്ടാന്നറിയോ? ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ കഴിവുകേടാണ് എന്നാരും വിചാരിക്കണ്ട. ഞങ്ങളുടെ കഴിവുകേടാണ് എന്ന് മുസ്ലിം ലീഗുകാർ വിചാരിക്കണ്ട. 10-40 ആളുകൾ ആശുപത്രിയിൽ പോകുമ്പോ പ്രവർത്തകരെ തടഞ്ഞു വെച്ച് തല്ലാന്നൊക്കെ പറഞ്ഞ വീട്ടിൽ കിടന്നുറങ്ങാതിരിക്കുമ്പോ ഒരു രസവും ഉണ്ടാവില്ല മുസ്ലിം ലീഗുകാരാ.